മാർച്ച് 2-ാം തീയതി അമേരിക്കയിൽ അത് സംഭവിക്കും. ട്രംപ് വരെ കണ്ണ് തള്ളി എന്നാണ് പറയുന്നത്. എന്താണ് സാർ മാർച്ച് 2-ൽ സംഭവിക്കാൻ പോകുന്നത്? മാർച്ച് 2-ാം തീയതി അമേരിക്കയിൽ ഒരു കൂട്ട പ്രാർത്ഥന നടക്കുകയാണ്. അമേരിക്കയിലെ ഇന്ത്യൻ ഡയസ്പോറ ഒന്നടങ്കം പങ്കെടുക്കുന്ന ഒരു കൂട്ട പ്രാർത്ഥന. അമേരിക്കയിൽ ധാരാളം ഹിന്ദു ക്ഷേത്രങ്ങളുണ്ട്. ഈ ക്ഷേത്ര സങ്കേതങ്ങളിലെല്ലാം ഒരു വലിയ പ്രാർത്ഥന നടക്കും. ആ പ്രാർത്ഥനയിൽ മഹാമൃത്യുഞ്ജയ മന്ത്രം, മുകുന്ദാഷ്ടകം എന്നിവ കൂട്ടമായി ആലപിക്കും. ഇതിനൊരു ലക്ഷ്യമുണ്ട്. എന്താണ് ആ ലക്ഷ്യം? നമ്മുടെ ശൂന്യാകാശ സ്റ്റേഷനിൽ, ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ കുടുങ്ങിപ്പോയ സുനിത വില്യംസും ബുച്ചർ വിൽമോർ എന്ന സഹയാത്രികനും രക്ഷപ്പെടാനും തിരിച്ചു വരുവാനുള്ള പ്രാർത്ഥനയാണ്. അവർ മാസങ്ങളായി സഞ്ചരിച്ചിരുന്ന സ്പേസ് ഷട്ടിൽ ഒരു കൊമേഴ്സ്യൽ സ്പേസ് ഷട്ടിലായിരുന്നു. അതിന് സാങ്കേതിക തകരാറ് ഉണ്ടാകുകയും അവർക്ക് തിരിച്ചു വരാൻ പറ്റാത്ത തരത്തിൽ കുടുങ്ങിപ്പോവുകയും ചെയ്തു. സുനിത വില്യം ഒരു വിശ്വാസിയാണ്. അവർ ശൂന്യാകാശത്തേക്ക് പോയപ്പോൾ ഒരു ഗണപതി പ്രതിമയും കൊണ്ടാണ് പോയത്. അപ്പോൾ അവരുടെ അഭ്യർത്ഥന പ്രകാരമാണ് ഇന്ത്യയിലെ അമേരിക്കൻ ഡയസ്പോറ, ഇന്ത്യൻ ഡയസ്പോറ, അമേരിക്കയിലെ ഇന്ത്യൻ ഡയസ്പോറ ഈ തരത്തിൽ ഒരു മഹാമൃത്യുഞ്ജയ മന്ത്രം ആലപിക്കാൻ പ്രേരിതരാകുന്നത്. ഈ മാർച്ച് 2-ാം തീയതിയാണ് അത് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നാളെ അമേരിക്കയിൽ ഈ എല്ലാ ഹിന്ദു ക്ഷേത്രങ്ങളിലും സുനിതയ്ക്കും ബുച്ചിനും വേണ്ടി ഉള്ള കൂട്ടപ്രാർത്ഥന. അവർ സേഫായി ഭൂമിയിൽ മടങ്ങിയെത്താനുള്ള പ്രാർത്ഥന. അവരെ ആദിയോഗി രക്ഷിക്കും, ഗണപതി രക്ഷിക്കും. മഹാമൃത്യുഞ്ജയ മന്ത്രത്തിലൂടെ ശിവ പ്രീതി ഉണ്ടായി അവർക്ക് സേഫായിട്ട് മടങ്ങി വരാൻ പറ്റും എന്ന് സുനിത വില്യംസ് വിശ്വസിക്കുന്നു. സാർ, ഈ പൊതുവെ ഈ അമേരിക്കയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അവർ വിശ്വാസങ്ങളിൽ എപ്പോഴും എന്താ പറയുക, അത്ര അടിയുറച്ച്, ക്ഷേത്രങ്ങൾ ഒരുപാടുണ്ടെങ്കിലും ഇത്ര അടിയുറച്ച് വിശ്വസിക്കുന്നവരാണോ എന്നൊക്കെ ചോദിച്ചാൽ അവർക്ക് സമയമില്ല ഒന്നിനും. അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഇപ്പോൾ കേരളത്തിലൊക്കെ നമ്മൾ ചില വ്രതങ്ങളൊക്കെ എടുക്കുമ്പോൾ നല്ല ഭർത്താവിനെ കിട്ടാൻ വേണ്ടി തിങ്കളാഴ്ച വ്രതം എടുക്കുന്നതെന്നൊക്കെ പറയും. അതുപോലെ ഷഷ്ടി വ്രതം, ഇതുപോലെയാണ് ഒരാൾ രക്ഷപ്പെട്ട് വരാനായി മൃത്യുഞ്ജയ ഹോമം നടത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇത് ചില ആളുകളെങ്കിൽ അന്ധവിശ്വാസം എന്ന് പറഞ്ഞ് കണക്കാക്കില്ലേ? തീർച്ചയായിട്ടും അങ്ങനെ വിശ്വസിക്കുന്ന, പ്രത്യേകിച്ചും യുക്തിവാദികൾ, പ്രാർത്ഥിച്ചാൽ സുനീതയുടെ അപകടസന്ധി മാറുന്നു. ഇത് പ്യൂർലി സയൻറ്റിഫിക്കായ ഒരു കാര്യമല്ലേ. പക്ഷേ സയൻസിന് എത്തിപ്പെടാത്ത ഒരുപാട് അജ്ഞാത മേഖലകൾ പ്രപഞ്ചത്തിലുണ്ട്. എവിടെയാണ് മനുഷ്യൻ അർപ്പിച്ചിരിക്കുന്ന ആ ഭാഗത്തെ യഥാർത്ഥത്തിൽ സയൻസിൻ്റെ തിയറിയിലൂടെ, സയൻറ്റിഫിക് തിയറിയിലൂടെ തന്നെ എനർജി ഫോർമേഷനിൽ ദൈവസാന്നിധ്യം തിരക്കുന്ന ഒരു സ്വഭാവം, അത് സയൻറ്റിഫിക് ടെമ്പറായി മാറിയൊരു കാലത്താണ് നമ്മൾ അപ്പോൾ ജീവനിൽ നിന്നാണ് ജീവൻ ഉണ്ടാകുന്നത്. അതാണ് പരിണാമ സിദ്ധാന്തം. ഒരു ജീവനിൽ നിന്നാണ് മറ്റൊരു ജീവൻ ഉണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ജലത്തിലാണ് ആദ്യത്തെ ജീവസ്പന്ദനം ഉണ്ടായതെങ്കിൽ നമ്മുടെ ദശാവതാരോ കഥയുഗ സയൻസാണ്. അപ്പോൾ ആ തരത്തിൽ ജലത്തിൽ ആ ജീവൻ ഉണ്ടായതിൻ്റെ കാരണം എന്താണ്, അതേത് ജീവനാണ് എന്ന അന്വേഷണത്തിലാണ് അത് ഒരു അമേയമായ ഊർജ സ്രോതസ് എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിലൊരു സത്യമാണെന്നും അതിനെ ദൈവമൊന്നും ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓമന പേരിട്ട് വിളിക്കുന്നതിന് എന്താണ് തകരാറ് എന്ന് യഥാർത്ഥത്തിലുള്ള സയൻറ്റിസ്റ്റുകൾ പോലും വിശ്വസിച്ചു തുടങ്ങിയത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സയൻറ്റിഫിക് എൻക്വയറി തന്നെ ആ തരത്തിൽ ദൈവസാന്നിധ്യം നിഷേധിക്കാത്ത തരത്തിൽ മുന്നോട്ട് പോകുമ്പോൾ സയൻസിൻ്റെ പരിമിതി തിരിച്ചറിയാവുന്ന ഒരു കാലത്ത് ഇതിനെ ഇപ്പോൾ ഒരു മഹാമൃത്യുഞ്ജയ മന്ത്രം ആലപിക്കുന്നതിന് അതിൻ്റെ റിവർബറേഷനിലൂടെ പ്രപഞ്ചത്തിലുള്ള ഊർജ പ്രസരം ഒരു മനുഷ്യൻ്റെ രക്ഷാ ദൗത്യത്തിന് ഉപകരിക്കും എന്ന് വിശ്വസിക്കുന്നതിൽ തെറ്റില്ല. ആ വിശ്വസിക്കുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം അതൊരു തെറ്റല്ല. പൊതുവെ ഇത് തെറ്റല്ല എന്ന് നമ്മൾ പറയുമ്പോഴും
ഈ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇതിനെ എങ്ങനെയായിരിക്കും സാർ നോക്കിക്കാണുന്നത്? അമേരിക്കൻ ഭരണകൂടം വിശ്വാസരാഹിത്യമുള്ള ഒരു രാജ്യമല്ലല്ലോ അമേരിക്ക. അമേരിക്ക ഭരണകൂടത്തിൽ മതത്തിന് അതീവ സ്വാധീനമുള്ളൊരു ഒരു പ്രദേശമാണ്. അമേരിക്കയിലെ 4-5 ലോബികളിലൊന്നാണ് ചർച്ച് ലോബി. അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ കോൺഗ്രസ്സിൽ അവർക്കുള്ള സ്വാധീനം സുവിദിതമാണ്. അവിടെ സൺഫ്ലവർ ലോബി, ആംസ് ലോബി, ചർച്ച് ലോബി ഇവരൊക്കെ തന്നെയാണ് അവിടെ ഭരിക്കുന്നത്. അപ്പോൾ അതേത് വ്യവസ്ഥയിലുള്ള ഭരണം വന്നാലും, ഡെമോക്രാറ്റ്സ് ആയാലും റിപ്പബ്ലിക്കനായാലും അത് തന്നെ അവസ്ഥ. അപ്പം അവിടെ ഈ മതത്തിന് ഭരണത്തിലുള്ള സ്വാധീനമൊന്നും ഒരു ടാബു അല്ല. അവരങ്ങനെ പ്രശ്നമൊന്നും കൽപ്പിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ ഹിന്ദു സമൂഹം വളരെ നിർണായകമായ സ്വാധീന ശക്തിയാണ് ഇന്ന് അമേരിക്കൻ പൊളിറ്റിക്സിൽ. ഇപ്പോൾ ഒഹായോയിലെ ഗവർണറായി വരാൻ പോകുന്നത് ഒരു ഇന്ത്യൻ വംശജനല്ലേ അല്ലേ? അത് പാലക്കാട് ബന്ധമുള്ള ഒരു സൗത്ത് ഇന്ത്യനാണ് വരാൻ പോകുന്നത്. അപ്പോൾ അതുപോലെ മാത്രമല്ല, അത് ട്രംപിൻ്റെ വലം കൈയും ഇടം കൈയും ഒക്കെ ഇന്ത്യൻ ഹിന്ദു താല്പര്യങ്ങളും ഒക്കെ പുലർത്തുന്ന വിശ്വാസികളായ ആളുകളാണ്. അപ്പോൾ അത് ലോകമാകെ മാറുകയാണ്. ഈ ഹിന്ദു വിശ്വാസത്തിൻ്റെ ശക്തി ഈ ശാസ്ത്രീയമായി പരിശോധിക്കാൻ തുനിഞ്ഞിറങ്ങിയ ഒരുപാട് നിരീക്ഷണ കൗതുകങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെ സയൻറ്റിഫിക് അല്ല, അത് ബ്ലൈൻഡ് ബിലീഫാണ്, സൂപ്പർസ്റ്റിഷനാണെന്നുള്ള അർത്ഥത്തിൽ മാറ്റി നിർത്താൻ ധൈര്യമുള്ളവരൊന്നും ഇപ്പോൾ ഒരു സയൻസ് മേഖലയിലുമില്ല. അപ്പോൾ റിച്ചാർഡ് ഹോപ്കിൻസ് ആണല്ലോ ഗോഡ് ഡില്യൂഷൻ എന്ന് പറഞ്ഞ ഈ എത്തീസ്റ്റുകളുടെ ആചാര്യൻ. അദ്ദേഹത്തെ തന്നെ ഇപ്പോൾ പുനർവായനയിലൂടെ ഉപയോഗിച്ച് ദൈവത്തെ അദ്ദേഹം നിഷേധിച്ചില്ല എന്ന് പറയുന്ന കാര്യത്തിലേക്ക് തിയറികളൊക്കെ വരികയാണ്. അപ്പോൾ ഈ മാറ്റങ്ങളിൽ ആധുനിക സമൂഹം കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അമേരിക്കയിലെ ക്ഷേത്രങ്ങളിൽ സുനിത വില്യംസിൻ്റെയും കൂട്ടാളിയുടെയും സുഗമമായ മടങ്ങി വരവിന് ഒരു പ്രാർത്ഥന ഒരു ദോഷമാണെന്ന് ട്രംപ് ഭരണകൂടം കാണും എന്ന് കരുതുന്നില്ല. ഇത് സുനിത ശൂന്യാകാശത്തിൽ കുടുങ്ങിപ്പോയത് ലോകം മുഴുവനും ശ്വാസം മുട്ടി കാത്തിരിക്കുന്ന ഒരു സംഭവമാണ്. അവർ കഴിഞ്ഞ ഫെബ്രുവരിയിൽ എത്തേണ്ടതായിരുന്നു. ഇപ്പോൾ 1 വർഷത്തോളം അവിടെ കുടുങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇത് ലോകത്തിൻ്റെ ഒരു പ്രാർത്ഥനയാണ് അവർ തിരിച്ചു വരിക. അതിലേറ്റവും ശക്തമായൊരു പ്രാർത്ഥന ആണ് മഹാമൃത്യുഞ്ജയ മന്ത്രം. ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുവമിക ബന്ധനാൽ മൃത്യോർമുക്ഷീയ മാമൃതാത് എന്നാണ് ആ പ്രാർത്ഥന.